ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം ഗോവർദ്ധനോദ്ധാരണമായിരുന്നു കേട്ടോ. ഭഗവാൻ ഇടത്തെ കൈയിൽ ഗോവർദ്ധന പർവ്വതം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, വലത്തെ കൈയിൽ പൊന്നോടക്കുഴലും കൂടെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അലങ്കാരം ഏകദേശം ഒരാഴ്ച മുന്നേ വരേണ്ടതായിരുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ഗോവർദ്ധന പൂജയും ഗോവർദ്ധന ഉദ്ധാരണവും നാരായണീയത്തിൽ പകർത്തി എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ധ്വനി ചേച്ചി അത് പ്രത്യേകം പറയുകയും ചെയ്തു, അന്ന് വരേണ്ട ഒരു അലങ്കാരമായിരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഭഗവാൻ എന്തൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ ദിവസങ്ങളിലേക്കാണ് അത് എടുത്തു വെച്ചിരിക്കണമെന്ന് നമ്മുടെ ഭഗവാനും മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഭഗവാന്റെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ, അതെല്ലാം നമുക്ക് അനുകൂലമാകട്ടെ എന്ന് വേണം നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട്. എന്തായാലും നമ്മളെ സംരക്ഷിക്കാൻ തന്നെ വേണ്ടിയിട്ടാണ് കേട്ടോ ഭഗവാൻ ഇന്നലെ ഇങ്ങനെയൊരു അലങ്കാരമായിട്ട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗോവർദ്ധന ഉദ്ധാരണത്തിൻ്റെ ആ കഥ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ആ പേമാരി ഇങ്ങനെ നിർത്താതെ ഇന്ദ്രൻ പെയ്യിക്കുന്ന സമയത്ത്